ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു കപ്പയും ബീഫ് ഉണ്ടാക്കിയാലോ. സമയം വൈകുന്നേരമാണ്, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഐഷു വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കപ്പയും ബീഫ് ഉണ്ടാക്കാന്ന്. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ എത്തിയിട്ടുണ്ട്. അവളെ കുളിപ്പിച്ചൊരു ഭാഗത്ത് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാൻ പോയത്. ആദ്യം തന്നെ കപ്പ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പയാ അതിനുശേഷം അത് കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വിസിലാവണം എന്ന് വെച്ചിട്ടാണ്. കാരണം ചില കപ്പക്ക് നല്ല വേവുണ്ടാവും, അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. മറ്റടുപ്പിൽ ഞാൻ ബീഫിന് പാകത്തിനുള്ള മസാലകളൊക്കെ റെഡിയാക്കി അതും വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ് ഞാൻ വേവിക്കുന്നത്. ചില ആളെല്ലാം ഒരുമിച്ചിട്ട് വേവിക്കും, അത് അവരുടെ ഇഷ്ടമാണ്. അതിനുശേഷം കപ്പ നല്ല രീതിയിൽ വെന്തത് ഞാൻ ഊറ്റി വെച്ചതിന് ശേഷം വേവിച്ച് വെച്ച ബീഫിൽ ഈ കപ്പയിട്ട് മിക്സാക്കാണ് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറ്. ഞങ്ങളുടെ നാട്ടിൽ നല്ല എൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. കപ്പയും ബീഫ് ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. കണ്ടോ, നല്ല ആവിയൊക്കെ വന്ന നല്ല ടേസ്റ്റി കപ്പയാണ്. അവസാനം അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ.